ഹലോ ഗൈസ്, പണിക്ക് കേറിയിട്ട് ആദ്യത്തെ ലീവാണെന്ന് ഉറങ്ങി നീച്ചാ പിന്നെ ബെഡിന്റെ അവസ്ഥ അതാണ്. നമ്മ നീച്ചൊരു പോക്കാണ്, മടക്കിയൊക്കൊലൊന്നും ഇല്ലല്ലോ. നമ്മളായിട്ട് ഇനി മോശമാക്കാൻ നിക്കണം, നല്ല ഉഷാറാക്കിയിട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. റൂമില് കുറെ കലാകാരന്മാരുണ്ട്. ഓല കലാവിരുദ്ധകളാണ് ഇപ്പൊ ഈ ചുമരുമലൊക്കെ നിങ്ങൾ കാണുന്നത്. ലീവൊന്നും ഇല്ല ഇനി നമ്മള് പണിക്കാദ്യം. ഇപ്പൊ മാസത്തിലൊരു ലീവ് നമുക്കുണ്ട്. HR-നും മുതലാളിമാർക്കും അതിന് ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ. മെസ് ആയതുകൊണ്ട് ഫുഡ് എത്താൻ വൈകുന്നേരമാവും. അതുവരെ നിക്കാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് റൂമിലെ പഴയത് മാറ്റി പുതിയ AC വെച്ചിട്ടുണ്ട്. ഇപ്പൊ കുളു മണാലി ചെന്ന തണുപ്പാണ് അവിടെ. ഒരു ലീവ് കിട്ടിയ ദിവസമല്ലേ, റൂമൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ. തീരെ കച്ചറാണ്. ലീവ് ലീസേ നടക്കുള്ളൂ. പണി കഴിഞ്ഞ് വന്ന് അതിനൊക്കെ മടിയാ. എല്ലാ പ്രവാസികളുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ദിവസം എങ്ങനെ പോണെന്ന് തന്നെ അറിയില്ല. മലയാളി ആയപ്പോ കട കടച്ചിക്കാണ്ട് പോലെ റൂമൊക്കെ എത്തിക്കണം. നമ്മളെ കാക്കാരെ മുഖത്തൊരു സന്തോഷം കണ്ടു ഞങ്ങള്. മൂപ്പര് പുതിയ ഐഫോൺ വാങ്ങിക്കണേ 15 Pro. വേറെ അടുത്ത നാട്ടിൽ വാങ്ങാൻ കുറെ മുട്ടായി വാങ്ങി. ഓഫർ കിട്ടുമ്പോ ഇതേമാതിരി ഓരോന്നും ഇങ്ങനെ വാങ്ങി ഒന്നിച്ച് വാങ്ങുമ്പോ കുറെ പൈസ ആവും. വീഡിയോ എടുക്കണ്ടാകുമ്പോ കണ്ണാടിയും കുപ്പായിട്ട് വന്നിക്കണേ. എന്താല്ലേ ഓനാണ് നമ്മളെ സ്പ്രേ ഒക്കെ ചെക്ക് ചെയ്യണ ആള്. ഇനിയിപ്പോ കാക്കാന്റെ ഫോണിൽ ഒരു കുപ്പായം ട്രൗസർ ഇട്ട് കൊടുക്കലും നിർബന്ധമാണ്, അല്ലെങ്കിൽ നിലത്തിട്ട് പൊട്ടിച്ചു. മക്കള് ഇത്രേ ഉള്ളൂ, ബാക്കി പിന്നെ